നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. ലോ ഓഫ് അട്രാക്ഷൻ കൂടുതൽ ഫലപ്രദമാകാൻ അല്ലെങ്കിൽ റിസൾട്ട് വളരെ വേഗത്തിൽ ലഭിക്കാൻ ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ചില സീക്രട്സിനെ കുറിച്ച്, രഹസ്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും വ്യക്തികൾ ചോദിക്കാറുണ്ട്, ധാരാളം സമയം ലോ ഓഫ് അട്രാക്ഷൻ്റെ പരിശീലനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്, പക്ഷേ മാനിഫെസ്റ്റേഷൻ അതിനനുസരിച്ചൊന്നും കിട്ടുന്നില്ല. എന്താണ് അതിന് കാരണം എന്ന്? അതിന് കൃത്യമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ പ്രസക്തമാണ് എപ്പോൾ ചെയ്യുന്നു, ഏത് വിധത്തിൽ ചെയ്യുന്നു എന്നുള്ളതും, അല്ലേ? നോക്കുക, വേനൽക്കാലത്ത് നമ്മളൊരു വിത്ത് ഒരു പറമ്പിൽ നടുകയാണ് എങ്കിൽ, അതുപോലെ തന്നെ മഴക്കാലത്ത് അല്ലെങ്കിൽ ആ വിത്തിന് ഉചിതമായ ഒരു കാലാവസ്ഥയിലാണ് നമ്മളിത് നടുന്നത് എങ്കിൽ തമ്മിൽ തീർച്ചയായും അതിനൊരു വ്യത്യാസമുണ്ടാവില്ലേ? ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണെങ്കിൽ ഉറപ്പായും റിസൾട്ട് അത്ര തന്നെ ഗംഭീരവും വേഗത്തിലുമായിരിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിലും റിസൾട്ട് വളരെ വേഗമാക്കാൻ പറ്റുന്ന ചില രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് രാവിലെ ഉണരുന്ന സമയം തന്നെയാണ്. രാവിലെ സാധാരണഗതിയിൽ ഒരു ശരാശരി വ്യക്തി എപ്പോഴാണ് ഉണരുക? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഉണരുക? ഒന്ന് പറയാമോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കാമോ? ഒരു ശരാശരി വ്യക്തി ഉണരുന്നത് ഒരു 6 മണി മുതൽ മുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ 5:30 മണി മുതൽ മുകളിലേക്കായിരിക്കും, അല്ലേ? പക്ഷേ അതിഗംഭീരമായിട്ട് ശക്തമായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ 3 മണിക്കും 5 മണിക്കും ഇടയിൽ നിർബന്ധമായിട്ടും ഉണർന്നിരിക്കണം. ഈ 3 മണി എന്ന് പറയുന്ന സമയത്തിന്, അല്ലെങ്കിൽ 3നും 5നും ഇടയിലുള്ള സമയം എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ പൊതുവിൽ പറഞ്ഞു കേൾക്കാറുണ്ട് ബ്രഹ്മമുഹൂർത്തം എന്ന്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. ഈ ബ്രഹ്മമുഹൂർത്തത്തിന് വളരെ കൃത്യമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അത് വെറുതെ പറയുന്നതല്ല. ആ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ഒന്ന്, ആ സമയത്ത് നമ്മുടെ മനസ്സ് ഏറ്റവും ഫ്രഷായിരിക്കും, ഏറ്റവും ശാന്തമായിരിക്കും, അതുപോലെ തന്നെ ഏറ്റവും ഷാർപ്പായിരിക്കും. ഒന്ന്, അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ചുറ്റുപാടുകൾ, പ്രപഞ്ചമൊക്കെ വളരെ ശാന്തമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അടുത്തുള്ളൊരു കുളത്തിൽ നമ്മൾ കുളിക്കാൻ പോവുകയാണ്. ഏറ്റവും ശുദ്ധമായിട്ട്, ഏറ്റവും പ്യുവറായിട്ടുള്ള വെള്ളത്തിൽ കുളിക്കണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് അവിടെ എത്തേണ്ടി വരിക? മറ്റുള്ളവരെല്ലാവരും എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ എത്തേണ്ടതുണ്ടാകും, അല്ലേ? അല്ലെങ്കിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും പുറത്തേക്ക് പോകുന്ന മാലിന്യങ്ങൾ, അഴുക്കുകൾ, സോപ്പ് പത, എണ്ണയുടെ പത, ഇതെല്ലാം ആ വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അതിലായിരിക്കും നമ്മൾ കുളിക്കുന്നത്, അല്ലേ? പക്ഷെ എല്ലാവരും എത്തുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം നമുക്കെത്താൻ സാധിച്ചാലോ ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കുളിക്കാൻ സാധിക്കും, അല്ലേ? ഇത് തന്നെയാണ് രാവിലെ ഉണർന്ന് ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നതിലുള്ള പ്രാധാന്യവും. രാവിലെ 3നും 5നും ഇടയിൽ ഉണരുക എന്ന് പറയുമ്പോൾ, അയ്യോ അതൊക്കെ വലിയ പണിയല്ലേ സാറേ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കാരണം ലോ ഓഫ് അട്രാക്ഷൻ്റെ ബാലപാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പാഠങ്ങൾ, തിരിച്ചറിവുകൾ നമുക്ക് പകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ചിന്തകളായിരിക്കണം നിങ്ങളുടെ സ്വപ്നം എന്ന്. അങ്ങനെ ഉറക്കം കെടുത്തുന്ന ചിന്തകൾ നമുക്ക് സ്വപ്നങ്ങളായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ സമയത്ത് ഉണരാൻ ഒരു വിഷമവും ഉണ്ടാവില്ല, ഉണരാൻ സാധിക്കും. ഇനി വെറുതെ ഉണർന്ന് ഇരുന്നാൽ മതിയോ? അല്ലെങ്കിൽ രാവിലെ ഉണരാനല്ലേ പറയുന്നുള്ളൂ, ആ സമയത്ത് ഉണർന്ന് ഒന്ന് തിരിഞ്ഞു കിടന്ന് ഉറങ്ങിയാൽ മതിയോ? നോ, അല്ല. പിന്നെയോ, ആ സമയത്ത് ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഫ്രഷായതിനു ശേഷം, നമ്മുടെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കാൻ തുടങ്ങണം. എങ്ങനെ? മെഡിറ്റേഷനിലൂടെ, ധ്യാനത്തിലൂടെ, അഫർമേഷൻസിലൂടെ, വിഷ്വലൈസേഷനിലൂടെ, സ്ക്രിപ്റ്റിങ്ങിലൂടെ, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ വിഷ്വലൈസേഷനും അഫർമേഷനും സ്ക്രിപ്റ്റിങ്ങും
ഇത് എല്ലാം എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിന് മുൻപുള്ള വീഡിയോകളിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ചാനലിലെ പിന്നിലേക്ക് പോയി കാണുക. ഇതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പരിശീലിക്കണം. ഇങ്ങനെ പരിശീലിക്കുകയാണെങ്കിൽ, ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ തുടർച്ചയായിട്ട് 21 ദിവസം, അതിനപ്പുറം ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്, 90 ദിവസം പരിശീലിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ സമയം, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രാധാന്യം, ആ സമയത്ത് പ്രപഞ്ചത്തിലും നമ്മളിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇതേക്കുറിച്ചെല്ലാം മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്കതിൻ്റെ രണ്ടാമത്തെ സീക്രട്ടിലേക്ക്, രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. രണ്ടാമത്തെ രഹസ്യമെന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, അതുമല്ലെങ്കിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യണം. നമുക്ക് ഒരു പരിചയമില്ലാത്ത മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നത്? അതായത് നേരത്തെ മറ്റൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ രഹസ്യാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫലപ്രദമായിട്ട് നമ്മളിലേക്ക് തന്നെ അത് വന്നു ചേരുമെന്നുള്ളത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ആശങ്കയും ആകുലതയുമാണ്. ഇത് സംഭവിക്കുമോ? എപ്പോൾ സംഭവിക്കും? സംഭവിച്ചില്ലെങ്കിലോ? തുടങ്ങിയ ആശങ്കകളും ആകുലതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ആശങ്കകളും ആകുലതകളും ഉണ്ട് എങ്കിൽ മാനിഫെസ്റ്റേഷനുള്ള സാധ്യത വളരെ വളരെ കുറഞ്ഞു പോകും. പക്ഷെ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ ഈ ആശങ്കകളും ആകുലതകളും ഒന്നും സാധാരണഗതിയിൽ നമുക്കുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കില്ല. ശരിയല്ലേ? അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം പോലും പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി പോലും ചെയ്യാം. ഒരു ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ കാറിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില കുടുംബങ്ങൾ സ്കൂട്ടറിലൊക്കെ പോകുന്നു, പ്രത്യേകിച്ച് ചെറിയ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് ഇങ്ങനെ വെയിൽ കൊണ്ട് പോകുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഒരു ആർദ്രത തലപൊക്കും. ഞാൻ മനസ്സിൽ അവർക്ക് വേണ്ടിയിട്ട് അഫർമേഷൻ, ഒരു വിഷ്വലൈസേഷൻ അപ്പം തന്നെ കൊടുക്കും. അവർക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു കാറിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള ഒരു സൗഭാഗ്യമുണ്ടാകുന്നതായിട്ട്. അതുപോലെ തന്നെ ചില വീടുകളെല്ലാം കാണുമ്പോൾ അപ്പോഴും അവർക്ക് വളരെ മനോഹരമായിട്ടുള്ള, വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് വളരെ വേഗം ലഭിക്കുന്നതിന് വേണ്ടി അഫർമേഷൻ, വിഷ്വലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. അതാരാണെന്നോ എന്താണെന്നോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമ്മളത് അറിയേണ്ടതുമില്ല. നമ്മുടെ കടമ നമ്മൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു, അത്ര തന്നെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല, വ്യാകുലപ്പെടാറുമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളിൽ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നോക്കൂ, ആർക്ക് കൊടുക്കണം, ആർക്ക് ലഭിക്കണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഈ വിഷ്വൽസ് എല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത് അട്രാക്റ്റ് ആകാനുള്ള, അത് ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയും നമ്മുടെ മനസ്സിൽ വളരെ വളരെ കൂടുതലായിരിക്കും, അല്ലേ? നമുക്കറിയാം, നമ്മുടെ മനസ്സിൻ്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ടുള്ള ആകർഷണം സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകും. അപ്പോൾ രണ്ടാമത്തെ രഹസ്യം ഓർത്ത് വെച്ചോളൂ, മറ്റുള്ളവർക്ക് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. ഉപാധികളോ മുൻവിധികളോ ഒന്നുമില്ലാതെ തന്നെ. അത് പരിചയമുള്ളവരാകാം, ഇല്ലാത്തവരാകാം, ആരുമായിക്കോട്ടെ, അവർക്ക് വേണ്ടി, ആവശ്യക്കാർക്ക് വേണ്ടി നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. അതിഗംഭീരമായിട്ടുള്ള റിസൾട്ട് നമുക്കായിട്ട് കൊണ്ടുതരും. ഇനി നമുക്കൊരു പ്രത്യേക കാര്യം വേണം, നിങ്ങൾക്കൊരു വീട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഹനം വേണം, നിങ്ങൾക്ക് ഒരു ജോലി വേണം, അല്ലെങ്കിൽ മറ്റൊരു കാര്യം വേണമെന്നിരിക്കട്ടെ. സമാനമായിട്ട് ആവശ്യങ്ങളുമായിട്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. നിങ്ങളുടെ ബന്ധുക്കളായിട്ട്, സുഹൃത്തുക്കളായിട്ട്, അല്ലെങ്കിൽ മറ്റ് പരിചയക്കാരായിട്ട് ഒക്കെ അറിയാമായിരിക്കുമല്ലോ. അവർക്ക് വേണ്ടി നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുക. അവർക്ക് മനോഹരമായിട്ടുള്ള വീട് കിട്ടുന്നതായിട്ട്, വളരെ മനോഹരമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള വാഹനം ലഭിക്കുന്നതായിട്ട്, ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജോലി ലഭിക്കുന്നതായിട്ട്, ഇതെല്ലാം നമുക്കും ബാധകമായിട്ട് വരും. നമുക്കും വീടും വാഹനവും ജോലിയുമെല്ലാം നമ്മളെയും തേടിയെത്തും. ഇത്
അതിഗംഭീരമായിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ്. ഈ സാധ്യതയെയും വളരെ ഗംഭീരമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താം നമുക്ക്. വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു രഹസ്യം എന്ന് പറയുന്നത് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതൊരു പരിശീലനത്തിലും വളരെ കൃത്യമായിട്ട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വ്യായാമം എന്നുള്ളത്. എന്തിനാണ് വ്യായാമം ചെയ്യുന്നത്? നമുക്കറിയാം, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുമുണ്ടാകും. ആരോഗ്യമുള്ള മനസ്സിൽ ആരോഗ്യമുള്ള ശക്തമായ ഷാർപ്പായ ചിന്തകളും ഉടലെടുക്കും. ഇത് വളരെ ഗംഭീരമായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യും. ഇനി ഒരു പക്ഷേ നിങ്ങൾ കരുതുന്നുണ്ടാകും, ഞാൻ നല്ല ഹാർഡ് വർക്ക് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരം അനങ്ങി ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ദൂരം നടന്നിട്ടാണല്ലോ ഓഫീസിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ദൂരം നടക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ കൃഷിപ്പണി ചെയ്തിട്ട് ശരീരം നല്ല അനങ്ങുന്നുണ്ടല്ലോ എന്നെല്ലാം. അതൊക്കെ ഉണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടി ചില പ്രത്യേക പ്രവൃത്തികളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ മാനസികമായിട്ടുള്ള ഒരു ഉത്തേജനം കൂടി ഉണ്ടാകും. ഇതാണ് കൃത്യമായിട്ടുള്ള ഫലപ്രാപ്തിയിലേക്ക് വ്യക്തികളെ നയിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ വാസ്തവത്തിൽ ഓഫീസിലേക്ക് നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ നടന്നു പോകുമ്പോൾ അത് അത്രമാത്രം ആസ്വദിച്ചായിക്കൊള്ളണമെന്നില്ല നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഒന്ന് പെട്ടെന്ന് എത്തിയാൽ മതി, എത്ര ദൂരമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വേർപ്പെല്ലാം ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ വ്യായാമം ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ആസ്വദിച്ച് മനസ്സുകൊണ്ട് കൃത്യമായിട്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക. മാത്രമല്ല, വ്യായാമത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു വേഷവിധാനം കൂടി ഉണ്ടെങ്കിൽ അത് 10 മടങ്ങ് പ്രയോജനപ്രദമാകും. ഇത് വളരെ ഗംഭീരമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുതരും. പിന്നെ ശാരീരികമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്യുക. ഇനി ഒരുപക്ഷെ ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാനുള്ള സ്ഥലപരിമിതി നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ള വ്യായാമങ്ങളുണ്ട്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്നുള്ള ഗംഭീരമായിട്ടുള്ള ഒരു വ്യായാമം. അതിൻ്റെ ലിങ്ക് ഐ ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കാം. ഒന്ന് കണ്ടു നോക്കൂ. ഏത് സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചൊരു മുന്നൊരുക്കമോ തയ്യാറെടുപ്പോ സ്ഥലമോ സാഹചര്യമോ ഒന്നും വേണ്ട. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളുടെ ബെഡിൽ അതാതിടങ്ങളിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യായാമം ചെയ്യാം. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സീക്രട്ട് എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായിട്ടുമുള്ള ശുദ്ധതയാണ്. അതായത് നമ്മൾ പല വിധത്തിലുള്ള വ്യക്തികളോടൊപ്പം പല വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്, അല്ലേ? അപ്പം നമുക്കറിയാം, നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് ഉചിതമല്ലാത്ത ചില ഊർജങ്ങൾ ഒരുപക്ഷെ നമ്മളോടൊപ്പം നിലനിൽക്കാനോ ആ വിധത്തിലുള്ള ഊർജങ്ങളിലൂടെ കടന്നു പോകാനോ ഒക്കെ ചിലപ്പോൾ ഇടയായേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിധത്തിലുള്ള ഊർജങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന വിധത്തിലുള്ള ഊർജങ്ങളുടെ സ്വാധീനം ഒരുപക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ്റെ മാനിഫെസ്റ്റേഷന് തടസ്സമായിട്ട് മാറിയേക്കാം. അങ്ങനെയാണെങ്കിൽ ആ വിധത്തിലുള്ള ഊർജങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അതുപോലെ ചുറ്റുപാടുകളിൽ നിന്നുമെല്ലാം മാറ്റി നിർത്തേണ്ടതുണ്ട്. അതിന് നമുക്ക് എന്തെല്ലാമാണ് ചെയ്യാൻ പറ്റുക? ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരല്പം കല്ലുപ്പോ അല്ലെങ്കിൽ ഹിമാലയൻ സോൾട്ടോ ഒക്കെ ചേർത്തുകൊണ്ട് കുളിക്കുന്നതാണ്. അത് നമ്മൾ കുളിക്കുന്ന എല്ലാ വെള്ളത്തിലും അല്ലെങ്കിൽ ഷവറിൽ നിന്ന് കുളിക്കുമ്പോൾ എങ്ങനെ അത് പോസിബിൾ ആകുമെന്ന് വിചാരിക്കുന്നുണ്ടാകും. ഒരു ചെറിയ പാത്രത്തിൽ ആദ്യം വെള്ളമെടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ ഹിമാലയൻ സാൾട്ടോ ചേർത്തതിന് ശേഷം ആ വെള്ളത്തിൽ ആദ്യം സാവധാനം കുളിക്കുക. വെറുതെ കുളിക്കുന്ന മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ പ്രതികൂല ഊർജങ്ങളെല്ലാം, പ്രതികൂലമായിട്ടുള്ള സകലതും, നമുക്ക് ആവശ്യമില്ലാത്ത സകലതും അതിലൂടെ അലിഞ്ഞ് സാവധാനം പുറത്തേക്ക് പോകുന്നതായിട്ട് മനസ്സിലൊന്ന് കാണുക, ഒന്ന് ഭാവന ചെയ്യുക. അതോടൊപ്പം അതിന് നന്ദിയും പറയുക. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഹിമാലയൻ സാൾട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ വിധത്തിലുള്ള കല്ലുപ്പ് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ മനസ്സിനെ ശുദ്ധമാക്കുന്നതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മനസ്സ് പൂർണ്ണമായിട്ടും ശുദ്ധത കൈവരിക്കും. ഇനി നമ്മുടെ ചുറ്റുപാടുകളെ, അത് നമ്മുടെ ഓഫീസ് ആയിക്കോട്ടെ, വീട്ടിലെ നമ്മുടെ റൂമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനെ നമ്മൾ പ്യൂരിഫൈഡ് ആക്കുന്നതിന് വേണ്ടി, ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് കർപ്പൂരം വെച്ചിട്ടുള്ള ഒരു ഗംഭീര ടെക്നിക്ക്.
കർപ്പൂരം വെച്ചിട്ടുള്ള ടെക്നിക്ക് അത് പറയാൻ മാത്രം ഒരു 5-10 മിനിറ്റ് സമയമെടുക്കും. അതുകൊണ്ട് അത് ഇതിന് മുൻപ് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഐ ബോക്സിൽ പിൻ ചെയ്യാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് ചെയ്യുക. അത് പരിസരത്തെ ശുദ്ധീകരിക്കാൻ, പരിസരത്തെ മാത്രമല്ല നമ്മുടെ ശാരീരിക ശുദ്ധീകരണത്തിന് പോലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അത് നിർബന്ധമായിട്ടും കണ്ട് അത് ചെയ്യുക. അത് വളരെ വളരെ ചെറിയ ചിലവ് മാത്രമേ ഉള്ളൂ, നാമമാത്രമായിട്ടുള്ള ചിലവേ ഉള്ളൂ. നമുക്ക് ഗംഭീരമായിട്ട് ചെയ്യാം. അപ്പോൾ ശരീരവും മനസ്സും ചുറ്റുപാടുകളുമെല്ലാം ഈ വിധത്തിൽ ശുദ്ധീകരിക്കുന്നതിലൂടെ മാനിഫെസ്റ്റേഷൻ വളരെ വളരെ വേഗത്തിലാക്കാം, വളരെ വളരെ ഗംഭീരമാക്കാം. ഇനി ഏറ്റവും ഗംഭീരമെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നുള്ളത്. എന്തിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള, ഇന്നേ വരെ കിട്ടിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിഖിതമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് നമുക്കറിയാം. എന്തിനാണ് നമ്മൾ അത് എഴുതുന്നത്? അത് എഴുതുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, നമ്മളത് സ്വയം അറിയുക, സ്വയം അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്നോളം നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ നന്മകളെയും എല്ലാ സൗഭാഗ്യങ്ങളെയും നമ്മൾ തിരിച്ചറിയുക, നമ്മളത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണഗതിയിൽ വളരെ ലളിതമായിട്ട് പറയുന്ന ഒരു കോട്ടുണ്ട്. അതായത് നമുക്ക് ലഭിക്കാതെ പോയതിൻ്റെ കണക്ക് പറയുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിതപിക്കുന്ന പലരുടെയും ലഭിച്ചതിൻ്റെ പുസ്തകത്താളുകൾ ശൂന്യമായിരിക്കും എന്ന്. മനസ്സിലായോ? അതുപോലെ തന്നെ കൊടുത്തതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്ന പല വ്യക്തികൾക്കും ലഭിച്ചതിൻ്റെ പുസ്തകത്താളുകൾ, കണക്ക് പുസ്തകത്താളുകൾ ശൂന്യമായിരിക്കും എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ലഭിക്കാത്തതിനേക്കാളേറെ, നമ്മൾ ലഭിച്ചിട്ടില്ല എന്ന് പരാതി പറയുന്നതിനേക്കാളേറെ, പരിഭവിക്കുന്നതിനേക്കാളേറെ എന്തൊക്കെയാ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലേ? അത് നമ്മൾ റിയലൈസ് ചെയ്യണം. അതിന് നമ്മൾ നന്ദി പറയണം. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ, കൂടുതൽ കൂടുതൽ മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കും. ഇത് ഉറപ്പായിട്ടുള്ള, ഈ പറയുന്ന പോലെ 916 ഗ്യാരണ്ടി ഉള്ള ഒരു ടെക്നിക്ക് തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പറയുന്നവത്രേ, പരാതികൾ പറയുക എന്ന് പറയുന്നത് ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പ്രക്രിയയാണത്രേ. അതിലപ്പുറം ലഭിച്ചതിന് നന്ദി പറയുന്നത്, അത് അനുഗ്രഹങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ, ലഭിക്കാത്തതിനെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാൻ തീർച്ചയായിട്ടും സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ രാവിലെ എഴുതാം. അതുപോലെ തന്നെ പലപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ ഉചിതമായിട്ടുള്ള സമയമായിട്ട് ഞാൻ കാണുന്നത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിരിക്കും. അതായത് നമുക്ക് അന്നത്തെ ദിവസം ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും കൃതജ്ഞത എഴുതി സമർപ്പിക്കുക. അത് വ്യക്തികളെ കൊണ്ടുണ്ടായതായാലും ശരി, സാഹചര്യങ്ങൾ കാരണമുണ്ടായതായാലും ശരി, പ്രകൃതി കാരണമുണ്ടായതായാലും ശരി, എന്ത് കാരണം ആയിട്ടോ കിട്ടിയതായാലും ശരി, അതിനെ കൃതജ്ഞത, നന്ദി എഴുതി സമർപ്പിച്ചതിന് ശേഷം മാത്രം ഉറക്കത്തിലേക്ക് പോവുക. ഇത്രയും കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം മുതൽ 90 ദിവസം വരെ ചെയ്യാമെങ്കിൽ ഉറപ്പ് തരാം, അത്യത്ഭുതകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതുപോലെയുള്ള നിരവധി വിവരങ്ങൾ സമഗ്രമായിട്ട് ആധികാരികമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 21 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് അത് ചെയ്യുന്നത്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിന് ഇപ്പോൾ 2000 രൂപയാണ് ഫീ വരുന്നത്. ഒരു പക്ഷേ ഭാവിയിൽ വ്യത്യാസം വന്നേക്കാം. എന്ത് തന്നെയായാലും ഇപ്പോൾ 2000 രൂപയാണ് ഫീ വരുന്നത്. നിങ്ങൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ മൊബൈലിൽ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഫീ അടച്ചുകൊണ്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അതിലുണ്ടാകുന്ന സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും അതിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ഫോണിലോ ഒക്കെ ചോദിക്കാം. ഇനി ഈ കോഴ്സ് സംബന്ധമായിട്ട് മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള ഈ നമ്പറിലോ, അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 7510164997 എന്നുള്ള നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകും വിചാരിക്കുന്നു. അതുപോലെ തന്നെ
വ്യത്യസ്തങ്ങളായിട്ടുള്ള അറിവുകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ.